ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ദ്വീപിൻ്റെ സാഹചര്യത്തെയാണ് കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത്. കഥാനായകനായ വാൾക്കർ മുതിർന്ന ഒരു യുവാവായി മാറിയിരുന്നു. അവൻ തൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുകയാണ്. അവർ ഒരു പ്രക്ഷോഭത്തിനുള്ള ആസൂത്രണം ചെയ്യുകയായിരുന്നു. തൻ്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ആ രാജ്യത്തെ ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രക്ഷോഭത്തിനുള്ളൊരു ആസൂത്രണമായിരുന്നത്. അങ്ങനെ ആ ആസൂത്രണത്തിനൊടുവിൽ അവർ പ്രക്ഷോഭത്തിന് തയ്യാറായി. അവർ തൊട്ടടുത്തുള്ളൊരു കുന്നിൻ്റെ മുകളിൽ കയറി. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രാമത്തെ മുഴുവനായും കാണാൻ കഴിഞ്ഞിരുന്നു. തൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ കൂടെയുണ്ടായിരുന്നു. അവൻ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. ഈ മർദ്ദക ഭരണത്തിനെതിരെ പോരാടുവാൻ നിങ്ങളിൽ ആരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്? പക്ഷേ ആരും അതിന് മറുപടി പറഞ്ഞില്ല. ആരും അവൻ്റെ വാക്കുകളെ വില കൊടുത്തില്ല. അവരുടെ ഉള്ളിലെല്ലാം ഭയമായിരുന്നു. അവൻ ആകെ നിരാശയിലായി. ആകെ ക്ഷീണിച്ചു പോയ അവൻ ഒരു മരച്ചുവട്ടിലിരുന്നു. അവൻ്റെ സുഹൃത്തുക്കൾക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു പ്രഖ്യാപനം അവർ തുടങ്ങിയിട്ട് ആരും തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. ഇതുപാടെ കൂടി 5ാമത്തെ പ്രഖ്യാപനമായിരുന്നു. പക്ഷെ ആരും അവനെ മനസ്സിലാക്കിയില്ല. അവൻ തൻ്റെ ക്ഷീണം അകറ്റുവാൻ വേണ്ടി ഗ്രാമത്തിലുള്ള ലൈബ്രറിയിലേക്ക് പോവുകയുണ്ടായി. അവൻ പല പുസ്തകങ്ങളും എടുത്തു നോക്കി. പക്ഷെ അതൊന്നും അവൻ്റെ മനസ്സിന് സമാധാനം തന്നില്ല. അവന് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ തല കറങ്ങുന്നത് പോലെ അവന് തോന്നി. പതിയെ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ട് അവൻ ഞെട്ടി എണീറ്റു. ആ സമയത്ത് അവനൊരു കാട്ടിനകത്തായിരുന്നു. അവന് മനസ്സിലാകുന്നില്ല താൻ ഇവിടെ എങ്ങനെയാണ് എത്തിയത്. പെട്ടെന്നൊരു ശബ്ദം കേട്ട് അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവനൊന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടക്കുകയുണ്ടായി. അവൻ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാണ്? നിങ്ങൾ ആരാണ്? പക്ഷേ ആ സ്ത്രീ ഒരു മറുപടിയും പറഞ്ഞില്ല. അവർ അങ്ങ് ദൂരേക്ക് ചൂണ്ടിക്കാട്ടി. അവിടെ ഒരു പഴയ മരത്തിൻ്റെ വീടുണ്ടായിരുന്നു. അവൻ അവിടേക്ക് നടക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത്, വാൾക്കർ. അപ്പോഴാണ് അവന് സ്വബോധം ലഭിച്ചത്. അവൻ ലൈബ്രറിയുടെ നിലത്ത് കിടക്കുകയായിരുന്നു. അവൻ്റെ സുഹൃത്തുക്കളാണ് അവനെ എഴുന്നേൽപ്പിച്ചത്. അവന് മനസ്സിലാവുന്നില്ല താൻ ഇപ്പോൾ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നത്. ഈ ദ്വീപിൻ്റെ അടുത്തുള്ള വലിയ കാടിനെക്കുറിച്ച് അവൻ അറിയാമായിരുന്നു. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് ആരും തന്നെ ആ കാട്ടിലേക്ക് പോയിട്ടില്ല. അവൻ ആ കാടിനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമായി. അവൻ ലൈബ്രറിയിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ പരിശോധിച്ചു. പക്ഷേ അവന് യാതൊരു അറിവും ലഭിച്ചില്ല. ആളുകൾ അതിനെ ശാപമേറ്റ കാട് എന്നല്ലാതെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഷെൽഫിൻ്റെ അടിത്തട്ടിൽ പാതി നശിച്ചു പോയൊരു പുസ്തകം അവൻ കാണുന്നത്. എന്താണെന്നറിയില്ല, ആ പുസ്തകം കണ്ടപ്പോൾ എന്തൊക്കെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പോലെ തോന്നി. അതെടുത്തപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് താൻ കുട്ടിക്കാലത്തിൽ വായിച്ച ഒരു പഴയ പുസ്തകമാണ്. അതായത് ഈ ദ്വീപിൻ്റെ പഴയ ചരിത്രം അടങ്ങിയിരിക്കുന്ന പുസ്തകം. അന്ന് അതിനെ അവൻ ശ്രദ്ധയോടെ സൂക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് നശിച്ചു പോയത്. അവൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നി. അവൻ ആ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ ആ കാടിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. വളരെ മനോഹരമായ ഒരു കാടാണത്. ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള സസ്യങ്ങളും ഉൾപ്പെടെ മാന്ത്രികതകൾ നിറഞ്ഞൊരു കാടായിരുന്നു അത്. അവൻ എന്തായാലും ആ കാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ദ്വീപിനടുത്തുള്ള ഒരു ചെറിയ പ്രകൃതി നിർമ്മിതമായ പാലത്തിലൂടെയാണ് ആ കാട്ടിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അവിടെയെല്ലാം കൊട്ടാരത്തിലെ സൈനികരുടെ ശക്തമായ കാവലുണ്ടായിരുന്നു. അവന് തോന്നി തനിക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാത്രിയിലാണെന്ന്. അങ്ങനെ അവൻ ആ നിമിഷത്തിനായി കാത്തിരുന്നു. അങ്ങനെ രാത്രിയിൽ അവൻ അവിടേക്ക് യാത്ര തിരിച്ചു. ഒടുവിൽ കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവൻ ആ കാട്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഈ സമയത്ത് എന്തായാലും യാത്ര തുടരുന്നത് അത്ര പന്തിയല്ല. കാരണം ആ കാടിനെക്കുറിച്ച് കൂടുതലായൊന്നും അവനറിയില്ല. അവൻ ഏതായാലും കാടിൻ്റെ പുറത്ത് വിശ്രമിക്കുകയുണ്ടായി.